തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ശരിക്കും പറഞ്ഞാൽ UDFന്റെ തരംഗം തന്നെയാണ് കാണാൻ കഴിഞ്ഞത്. ഇതുമൂലം കേരള രാഷ്ട്രീയത്തിൽ പെട്ടെന്ന് എന്തെങ്കിലും സംഭവിക്കും. ജോസ് കെ മാണി UDFിലേക്ക് മടങ്ങും, ഞെട്ടിക്കുമല്ലോ, ഉറപ്പാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ കുറേ നാളായിട്ട് ഇത് സംബന്ധിച്ച ചർച്ചകൾ നടക്കുന്നുണ്ട്. ഇത് സത്യത്തിൽ ഈ പള്ളിയും സഭയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു പാർട്ടിയാണല്ലോ. അതെ, സഭ തന്നെ ചങ്ങനാശ്ശേരി രാഹുൽ ഗാന്ധി വന്നപ്പോൾ മെത്രാന്മാരും എല്ലാം കൂടി ചേർന്ന് ഒരു ചർച്ച നടന്നിരുന്നതാണ്. അതിൽ തന്നെ ജോസ് കെ മാണി UDFിലേക്ക് മടങ്ങണം എന്നുള്ള ആവശ്യം സഭ ജോസ് കെ മാണിയോട് ഉന്നയിച്ചിരുന്നതുമാണ്. അപ്പോൾ ഏതാണ്ട് ഇതിൻ്റെ ഒരു തയ്യാറെടുപ്പുകൾ ഈ തെരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ നടന്നു കഴിഞ്ഞതാണ്. അപ്പോൾ ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ്, മറ്റേ ലോക്സഭാ തെരഞ്ഞെടുപ്പ്, ചാഴികാടനും ഫ്രാൻസിസ് ജോർജുമാണല്ലോ കോട്ടയത്ത് മത്സരിച്ചത്. അതെ, ആ മത്സരം കഴിഞ്ഞിട്ട് ചാഴികാടൻ തോറ്റുപോയി. അത് കഴിഞ്ഞപ്പോൾ തന്നെ ചാഴികാടൻ കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിൻ്റെ യോഗത്തിൽ പറഞ്ഞതാണ് ജോസ് മാണിയെ പാലായിൽ തോൽപ്പിച്ചത് മറ്റേ CPM ആണ്. CPMന് സ്വാധീനമുള്ള മേഖലകളിൽ വോട്ട് കിട്ടിയിട്ടില്ല, ഇത് വിചാരിച്ച പോലെയുള്ള വോട്ടുകൾ കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞു. ഇത് കോട്ടയത്താണെങ്കിൽ അന്ന് തുഷാർ വെള്ളാപ്പള്ളി 1,00,000 വോട്ട് കൂടുതൽ നേടിയിരുന്നു. 2019 വാസവനെ ചാഴിക്കാടൻ തോൽപ്പിക്കുമ്പോൾ 1,06,259 വോട്ട് മറ്റേ വോട്ടിനാണ് തോൽപ്പിച്ചത് അന്ന്. എന്ന് പറഞ്ഞാൽ വലിയ ഭൂരിപക്ഷമാണ് അന്നുണ്ടായിരുന്നത്. അതിൽ നിന്ന് ഇങ്ങനെ വീഴാനുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ CPM കാലുവാരിയിട്ടുണ്ട്. ഇതാണ് ചാഴികാടൻ്റെ സിദ്ധാന്തം ഉണ്ടായിരുന്നത്. ഇതിനെ തുടർന്ന് CPMഉം ഈ ജോസ് മാണി പാർട്ടിയും വലിയ സംഘർഷം ആ ഭാഗത്ത് നേരിട്ടുകൊണ്ടിരിക്കുകയാണ് ഇപ്പോഴും. കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് ഇങ്ങനെ ചില സംഘർഷങ്ങൾ ഉണ്ട് എന്നുള്ളത് അപ്പോൾ പാർട്ടി ജില്ലാ സെക്രട്ടറി ആയിരുന്ന AV റസ്സൽ സമ്മതിക്കുകയും ചെയ്തിരുന്നു. അത് കഴിഞ്ഞ് ഈ കാപ്പനും LDFും തമ്മിൽ CPMഉം തമ്മിൽ നല്ല ബന്ധത്തിൽ പോയിക്കൊണ്ടിരിക്കുന്നതാണ്. കാരണം നേരത്തെ മുതൽ തന്നെ അവർ തമ്മിൽ ബന്ധമുണ്ട്. പാലാ മുനിസിപ്പാലിറ്റി, കരൂര്, രാമപുരം, കൊഴുവനാൽ, എലിക്കുളം തുടങ്ങി CPM സ്വാധീനമുള്ള മേഖലകളിലൊക്കെ ഈ ജോസ് മാണിക്ക് അടിതെറ്റി. അപ്പോൾ CPM മറ്റേ കാലുവാരിയതാണ് എന്ന് ഈ തോമസ് ചാഴിക്കാടനെ എനിക്ക് നന്നായിട്ട് അറിയാം, പഴയ സുഹൃത്താണ്. മറ്റേ ബാബു ചാഴിക്കാടൻ സഹോദരൻ മിന്നലേറ്റ് മരിച്ചത്. അത് അപ്പോൾ ബാങ്ക് മാനേജർ ആയിരുന്നു, അവിടെ നിന്നാണ് രാഷ്ട്രീയത്തിൽ വരുന്നത്. അപ്പോൾ വരുമ്പോൾ തന്നെ ഞങ്ങൾ സംസാരിക്കുന്നൊക്കെ ഉള്ളതാണ്. അപ്പോൾ ചാഴിക്കാടൻ ഈ പ്രശ്നം ഉയർത്തുകയും ചാഴിക്കാടനെ പോലുള്ളവർ നമ്മൾ ഈ ഇടതു മുന്നണിയുടെ കൂടെ നടന്നിട്ട് നമുക്ക് പ്രത്യേകിച്ച് ഗുണമൊന്നുമില്ല, നമ്മളെപ്പോഴും UDFന്റെ കൂടെ നിൽക്കേണ്ട പാർട്ടിയാണ് എന്ന് പറഞ്ഞാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ 10-40 കൊല്ലത്തെ അനുഭവം ഉണ്ടല്ലോ KM മാണിക്ക്. ഇടതു മുന്നണിയുടെ കൂടെ പോയിട്ടുണ്ട്, പക്ഷെ അപ്പോഴും CPMനെ കാൽവാരി മാണി തിരിച്ച് UDFിലേക്ക് പോയത് ഓർക്കുന്നില്ല. ആ സമയത്ത് നായനാര് എന്നോട് പറഞ്ഞിട്ടുണ്ടെന്ന്, ഞാൻ വിചാരിച്ചതല്ല അയാൾ വഞ്ചിക്കുന്നു, ഇനി ഒരു കാരണവശാലും ഈ മാണി ഗ്രൂപ്പുമായിട്ട് ഞങ്ങൾ ബന്ധപ്പെടില്ല എന്ന് നായനാരോട് പറഞ്ഞ് ഓർക്കുന്നുണ്ട്. പക്ഷെ CPM വീണ്ടും ഈ വാസവൻ ഇടനില നിന്നിട്ട് ഈ മാണി ഗ്രൂപ്പിനെ നമുക്ക് മധ്യതിരുവിതാംകൂറിൽ കോട്ടയം മേഖലയിലൊക്കെ ഗുണം ഉണ്ടാവും എന്ന് പറഞ്ഞ് വിളിച്ചുകൊണ്ടുവന്നാണ്. ഗുണമൊന്നും പ്രത്യേകിച്ച് ഉണ്ടായിട്ടില്ല എന്ന് ഈ തെരഞ്ഞെടുപ്പ് വീണ്ടും തെളിയിച്ചു. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജോസ് മാണിയുമായിട്ട് നിതാന്ത ശത്രുത പ്രഖ്യാപിച്ചിരിക്കുന്ന ബിനു പുളിക്കക്കണ്ടത്തിന്റെ കുടുംബത്തിൽ 3 പേര് ഈ തെരഞ്ഞെടുപ്പിൽ ജയിച്ചു, അതും പാലാ നഗരസഭയിലേക്ക്. ബിനുവിന്റെ സഹോദരൻ ബിജു, സഹോദരി പ്രിയ, സഹോദരിയുടെ മകള് പ്രിയ. അപ്പൊ 3 പേരും ജയിച്ചു. ഇത് ജോസ് കെ മാണിക്കയുടെ കവിളത്തിട്ട് കിട്ടുന്ന അടിയല്ല, ശക്തമായ അടിയാണ്, നെഞ്ചത്തേറ്റ അടി എന്നും പറയാം. കാരണം പാല എന്ന് പറഞ്ഞാൽ അയാളുടെ ടർഫല്ലേ, തറവാടും വീടും ഒക്കെ നിൽക്കുന്ന സ്ഥലമല്ലേ. അവിടുത്തുകാർക്ക് ജോസ് മാണി വേണ്ട. അതെങ്ങനെ വേണ്ടാതായി എന്നുള്ളതാണ് അതിൻ്റെ അകത്ത് വലിയ ചർച്ച.
ഉണ്ടാവുന്നത്. അപ്പൊ അതുകൊണ്ട് UDF വിജയിച്ച് നിൽക്കുന്ന ഈ കാലാവസ്ഥയിൽ നമ്മൾ തറവാട്ടിലേക്ക് തിരിച്ചു പോകാം എന്നൊരു ചിന്ത സ്വാഭാവികമാണ്. ഈ നേരത്തെ തന്നെ എനിക്കറിയാം UDFന് വിജയം ഇതിലുണ്ടായി കഴിഞ്ഞാൽ UDFിലേക്ക് മടങ്ങാനായിട്ട് ജോസ് മാണി ഗ്രൂപ്പ് തീരുമാനിച്ചിരിക്കുക എന്നുള്ളത് നമുക്ക് നേരത്തെ അറിയാവുന്ന കാര്യം ആണ്. അപ്പോൾ അതുകൊണ്ട് പാല ആ ഭാഗം ഒക്കെ UDF തിരിച്ചു പിടിച്ച സ്ഥിതിക്ക് ജോസ് മാണിയുടെ മുമ്പിൽ ഇനി വേറെ വഴികളില്ല. അപ്പോൾ അത് ഉറപ്പാണ്. സാർ, ഈ മധ്യ തിരുവിതാംകൂറിനെ സംബന്ധിച്ചിടത്തോളം മാണി കേരള കോൺഗ്രസിൻ്റെ തലപ്പത്തുണ്ടായിരുന്നപ്പോൾ കൃത്യമായിട്ട് ഉമ്മൻചാണ്ടിയുമായി ചേർന്ന് കോട്ടയത്ത് എങ്ങനെ കാര്യങ്ങൾ നിയന്ത്രിക്കണമെന്ന് അറിയാമായിരുന്നു. പരസ്പരം വിട്ടുവീഴ്ച ചെയ്തും പരസ്പരം സഹകരിച്ചുമായിരുന്നു. പക്ഷേ മാണിയുടെ കാലം കഴിഞ്ഞ് ജോസ് കെ മാണി വന്നപ്പോൾ രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടിയിട്ട് CPM-ആയിട്ട് കൈകോർത്തു. ഇതിൽ പ്രധാന പ്രശ്നം തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വരുമ്പോൾ കേരള കോൺഗ്രസിന് താല്പര്യമുള്ള പല സീറ്റുകളും വിട്ടുകൊടുക്കാൻ CPM തയ്യാറായില്ല. CPM-ന് താല്പര്യമുള്ള സീറ്റുകൾ വിട്ടുകൊടുക്കാൻ കേരള കോൺഗ്രസും തയ്യാറായില്ല. അന്ന് മുതൽ, അതായത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് മുതൽ ഇതേ സംഘർഷം നിലനിൽക്കുന്നുണ്ട്. ഇപ്പോൾ അത് കൂടി വന്നു. മാത്രമല്ല ജോസ് കെ മാണി ഈ അധികാര രാഷ്ട്രീയത്തിന് വേണ്ടി താല്പര്യം പ്രകടിപ്പിക്കുന്ന ഒരാളാണ് എന്നൊരു ഇമേജ് അവിടുത്തെ ജനങ്ങൾക്കിടയിലുണ്ട്. അതുകൊണ്ടാണ് LDF-ൽ നിന്നപ്പോൾ ജോസ് കെ മാണി തോറ്റു. ഇനി UDF-ൽ നിന്നാലും ഞങ്ങൾ ജോസ് കെ മാണി അംഗീകരിക്കില്ല എന്ന് ചിന്തിക്കുന്ന ഒരു വിഭാഗം ക്രൈസ്തവ വിശ്വാസികൾ ഇപ്പോഴും ഈ പറയുന്ന കോട്ടയം, പാല മേഖലകളിലെല്ലാം ഉണ്ട്. രക്ഷപ്പെടുമോ ജോസ് കെ മാണി? അല്ല, കേരള കോൺഗ്രസിൻ്റെ ഒരു ബേസ് പൊളിറ്റിക്സ് എന്ന് പറയുന്നത് UDF-ആയിട്ട് ചേർന്ന് പോകുന്ന, LDF-ആയിട്ട് ചേർന്ന് പോകുന്ന രാഷ്ട്രീയമല്ല അവർക്കുള്ളത്. LDF തന്നെ കേരള കോൺഗ്രസിനെ LDF-ൻ്റെ മുന്നണിയിലേക്ക് കൊണ്ടുവരരുത് എന്ന് കരുതുന്ന കുറേയധികം ആളുകളുണ്ട്. ഈ സംഘർഷം എന്ന് പറയുന്നത് താഴെത്തട്ടിൽ വളരെ കൃത്യമായിട്ട് ഇപ്പോഴും ഓപ്പറേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് കേരള കോൺഗ്രസ്സിലെ പകുതിയിലധികം ആളുകൾ അവരുടെ ഒരു ആഗ്രഹം എന്ന് പറയുന്നത് UDF-ലേക്ക് തിരിച്ചു പോകണമെന്ന്. പക്ഷേ പകുതി ആളുകൾ LDF-ലായാലും കുഴപ്പമില്ല എന്ന നിലക്കാണ് പോയിക്കൊണ്ടിരുന്നിരുന്നത്. ഈ സംഘർഷം വീണ്ടും ഈ തെരഞ്ഞെടുപ്പിൻ്റെ തോൽവി കൂടുതൽ ശക്തിപ്പെടുത്തും. അതിന് ശക്തിപ്പെടുത്തുന്ന സമയത്ത് അണികൾ അങ്ങോട്ട് പോകാനായിട്ടുള്ള ഒരു താല്പര്യമായിരിക്കാം കൂടുതൽ കാണിക്കുന്നത്. അങ്ങനെ കാണിച്ചാൽ ജോസ് കെ മാണി അങ്ങോട്ട് പോയാലും നമ്മൾ അത്ഭുതപ്പെട്ടിട്ട് കാര്യമില്ല. കാരണം ഇത് അദ്ദേഹത്തിൻ്റെ ഈ പ്രശ്നം ഇപ്പോൾ ഈ എന്താണ് ബിനു പുളിക്ക് കണ്ടത്, അത് ഒരു വലിയ വിഷയമാണ് ശരിക്കും പറഞ്ഞാൽ. അത് വേണമെങ്കിൽ മാണിയുടെ എതിരാളിയാണെന്ന് ജോസ് കെ മാണി. അതെ. അപ്പം അങ്ങനെ ഒരു രീതിയിലേക്ക് ആ കാര്യങ്ങൾ പോകുമ്പോൾ എന്ത് തീരുമാനത്തിലേക്ക് എത്തുമെന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാനായിട്ട് പറ്റില്ലെങ്കിലും ഒരു സാധ്യത, പൊളിറ്റിക്സ് എന്ന് പറയുമ്പോൾ ഓപ്പർച്യൂണിറ്റീസിൻ്റെ ഒരു കളിയാണ്, അതിൻ്റെ ഒരു കലയാണ്. അപ്പോൾ എവിടെയാണോ കൂടുതൽ അവസരം കിട്ടുന്നത് ആ അവസരം ഉപയോഗിക്കാനായിട്ടുള്ള പരിശ്രമമായിരിക്കും മിക്കവാറും ഉണ്ടാകുക. അങ്ങനെ വന്നാൽ ചാഴിക്കാടനൊക്കെ നേരത്തെ ഉയർത്തിയ പ്രശ്നം വീണ്ടും സജീവമായിട്ട് ചർച്ചയിൽ വരികയും ഈ കുറച്ച് നാളുകൾക്കുള്ളിൽ, എന്നുവെച്ചാൽ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പുകൾക്കുള്ളിൽ ഈ ഒരു തരം മാറ്റം സംഭവിക്കുന്നത് പ്രതീക്ഷിക്കാവുന്നതാണ്. പക്ഷെ അങ്ങനെ സംഭവിച്ചില്ലെങ്കിൽ പിന്നെ ഒരിക്കലും അവരെന്ത് ചെയ്യുന്നില്ല, ആ മുന്നണി ഇത് മാറാൻ സാധ്യതയില്ല. സാർ, ഈ UDF പഴയ കാലത്ത് എടുത്തു കഴിഞ്ഞാൽ രണ്ടാം കക്ഷി മുസ്ലിം ലീഗാണ്, അതല്ല രണ്ടാം കക്ഷി മാണിയുടെ കോൺഗ്രസ് ആണെന്നും പറച്ചിലുണ്ടായിരുന്നു. പക്ഷേ മാണിയുടെ കോൺഗ്രസിനെ ഒന്ന് ചവിട്ടിത്താഴ്ത്താൻ എപ്പോഴും ലീഗ് ശ്രമിക്കും. ഈ ഒരു സാഹചര്യത്തിൽ ഇപ്പോൾ ലീഗ് UDF-ൽ തന്നെ കോൺഗ്രസിനേക്കാൾ വലിയ പവർഫുള്ളായിട്ട് മാറിക്കൊണ്ടിരിക്കുക. അങ്ങനെ ഒരു സാഹചര്യത്തിൽ ജോസ് കെ മാണിയുടെ കേരള കോൺഗ്രസ് UDF-ലേക്ക് വന്നാൽ ലീഗ് ഇരുകൈ നീട്ടി സ്വീകരിക്കാൻ തോന്നുന്നുണ്ടോ? അതിൽ പ്രശ്നമില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ കോൺഗ്രസ്സിൽ തന്നെ ഈ ചെന്നിത്തലയെപ്പോലുള്ള ആളുകളൊക്കെ ജോസ് മാണിയെ തിരിച്ചു കൊണ്ടുവരണമെന്ന് പല ഘട്ടങ്ങളിലും ഉന്നയിച്ചത് ഓർക്കുന്നില്ലേ? നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന് മുമ്പുമൊക്കെ ജോസ് മാണിയെ നമ്മൾ തിരിച്ചു കൊണ്ടുവരണം എന്ന് അവരെപ്പോഴും പറഞ്ഞുകൊണ്ടിരുന്നു. ജോസ് മാണിക്ക് സത്യത്തിൽ KM മാണിയൊക്കെ ഉണ്ടായിരുന്ന ആ KM മാണിയുടെ എഴുത്ത് വരില്ല, മോനാണ് എന്നുള്ളതുകൊണ്ട് അത് വേറെ കാര്യം. പക്ഷെ ബാർഗെയിനിങ് പവർ ഇല്ല ഇപ്പോൾ കേരള കോൺഗ്രസ്സിൽ. ജോസ് കെ മാണിക്ക് ബാർഗെയിനിങ് പവർ ഇല്ല, ഒന്നുമില്ല പറയാൻ. ഞങ്ങൾക്ക് ഈ മേഖലയിൽ സ്വാധീനം ഉണ്ടെന്ന് ഇപ്പോൾ പറയാൻ പറ്റുമോ? പറ്റില്ല. സ്വാധീനമൊക്കെ പോയി. അപ്പോൾ അതുകൊണ്ട് ബാർഗെയിനിങ് പവർ ഇല്ലാത്ത, അതായത് മുസ്ലിം ലീഗ് ഞങ്ങൾ രണ്ടാം കക്ഷി, മറ്റേ മൂന്നാം കക്ഷി വർത്താനം വരുന്നത് എന്തുകൊണ്ടാണെന്നറിയോ? എത്ര മന്ത്രിസ്ഥാനം നിയമസഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ട് കിട്ടണം എന്നുള്ള എണ്ണത്തിന്റെ കാര്യത്തിലാണ് ഇത് വരുന്നത്. ഇത് ജോസ് മാണി മാത്രമല്ലേ മന്ത്രിയാണ്ട കാര്യമുള്ളൂ. വേറെ മറ്റേ കേന്ദ്രത്തില് മറ്റേ ആരെങ്കിലും ഉണ്ടെങ്കിൽ, ഇപ്പൊ അദ്ദേഹം രാജ്യസഭയിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ റോഷി അഗസ്റ്റിൻ തന്നെ മന്ത്രിയാവുക എന്നുള്ളതല്ലേ? ബന്ധുവാണല്ലോ, ആ കുടുംബമായിട്ട് ബന്ധുത്വമുള്ള ആളാണ് റോഷി അഗസ്റ്റിൻ. അപ്പൊ കുടുംബത്തിൽ തന്നെയാണല്ലോ എന്തായാലും ഈ സാധനം കിട്ടുന്നത്. അപ്പോൾ UDF ജയിക്കുകയാണെങ്കിൽ അങ്ങനെ തന്നെ പോവാം. അല്ലെങ്കിൽ ജോസ് മാണിക്ക്
മന്ത്രിയാകാം, ഒരു മന്ത്രിസ്ഥാനം എന്തായാലും കിട്ടുള്ളൂ എന്നുള്ളത് ഉറപ്പാണ്. അപ്പൊ പിന്നെ ലീഗിന് എന്താ പ്രശ്നം? ലീഗിന് 5ാം മന്ത്രിസ്ഥാനം ചോദിക്കാനിരിക്കുന്ന പാർട്ടിയല്ലേ ലീഗ്. 4 പേര് ഏതായാലും ഉള്ളതല്ലേ. ലീഗിന് അതൊരു വിഷയമാകാൻ ഒരു സാധ്യതയില്ല. കാരണം UDF ശക്തിപ്പെടും എന്നുള്ള ചർച്ചയാണ്. അത് VD സതീശനും പ്രശ്നം ഉണ്ടാവാൻ വഴിയില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ UDF ശക്തിപ്പെട്ട് ഇനി മുമ്പോട്ട് പോവുക, കോട്ടയം ഭാഗത്ത് അതുകൊണ്ട് എന്തെങ്കിലും ഗുണമുണ്ടാവുമെങ്കിൽ. പിന്നെ പ്രതിഷേധം ഉന്നയിക്കേണ്ട ആള് ഫ്രാൻസിസ് ജോർജ് ആണല്ലോ, അതിനും സാധ്യത ഞാൻ കാണുന്നില്ല. കാരണം പോസിറ്റീവായ ഒരു അന്തരീക്ഷത്തിൽ നെഗറ്റീവായ കാര്യങ്ങൾക്ക് വലിയ വിലയുണ്ടാവില്ല. നമ്മൾ ജയിച്ചു നിൽക്കുകയാണല്ലോ, ശരി അയാൾ ഒരു മൂലക്കിരുന്നോട്ടെ എന്നല്ലേ വിചാരിക്കുള്ളൂ. പക്ഷേ ഈ മീനച്ചിലാറിലെയും മണിമലയാറ്റിലേക്ക് വെള്ളം ഒരുപാട് ഒഴുകിപ്പോയി, മാണി കാലുകഴിയ വെള്ളമൊക്കെ കഴിഞ്ഞുപോയി. ഇനിയും ജോസ് കെ മാണി ഇത്തരത്തിലുള്ളൊരു കാലുമാറ്റം നടത്തിയാൽ അവിടുത്തെ ജനങ്ങൾ, നേരത്തെ കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിന് നെഞ്ചേറ്റിയ ജനങ്ങളുണ്ട്, ഓരോ ആളുകളെയും പേരെടുത്ത് വിളിച്ചായിരുന്നു മാണി കാറി പോകുമ്പോൾ അവിടെ സംസാരിക്കുന്നതെന്നാണ് പറഞ്ഞു കേട്ടിട്ടുള്ളത്. അത്തരം ഒരു ഇമേജ് വീണ്ടും എടുത്തിട്ട് ജോസ് കെ മാണിക്ക് അവിടെ തിരിച്ചു ചെല്ലാൻ പറ്റുമോ? കേരള പൊളിറ്റിക്സിലെ ഈ ഇത്തരം പാർട്ടികളുടെ പ്രസക്തി കുറഞ്ഞുകൊണ്ടിരിക്കുക. കേരള കോൺഗ്രസിൻ്റെയും പ്രസക്തി കുറഞ്ഞു വരികയാണ് ചെയ്യുന്നത്. കുറച്ച് കഴിയുമ്പോൾ ഇപ്പോൾ ഒരു മന്ത്രിയുടെ ഒരു അവകാശവാദമുള്ളൂ, ഒരു മന്ത്രി, അതിലേക്ക് ചുരുങ്ങിക്കഴിഞ്ഞു. അതില്ലെങ്കിലും കുഴപ്പമില്ല എന്ന നിലക്ക് തീരുമാനം വരാൻ പോകുന്ന ഒരു സാഹചര്യമാണ് ഉയർന്നു വരുന്നത്. അപ്പോൾ ചില വ്യക്തികളെ മാത്രം, ജോസ് കെ മാണിയെ മാത്രം എടുക്കാം എന്നുള്ള നിലപാടുണ്ടാവും. കേരള കോൺഗ്രസ് എന്ന് പറയുന്നത് ഇല്ലാതാവുകയാണ് ചെയ്യുന്നത്. ചുരുക്കം പറഞ്ഞാൽ ഈ തെരഞ്ഞെടുപ്പ് കഴിയുന്നതോടെ ഒരു വമ്പൻ നീക്കം കേരള പൊളിറ്റിക്സിൽ ഉണ്ടാകുന്നു എന്നാണ് സാർ പറഞ്ഞു നോക്കുന്നത്. പക്ഷെ ജോസ് കെ മാണിക്ക് ആലോചിക്കാവുന്ന വേറൊരു കാര്യമുണ്ട്, ഇന്ത്യയുടെ ഭാഗമാവുക എന്നുള്ളത്. അത് അദ്ദേഹം ഗൗരവമായിട്ട് ആലോചിക്കേണ്ട ഒരു കാര്യമാണ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.